നമസ്കാരം. മണ്ഡല പുനർനിർണയത്തെ രാഷ്ട്രീയ നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് ലോക്സഭയിൽ തരൂരിന്റെ തകർപ്പൻ പ്രസംഗം. മണ്ഡല പുനർനിർണയം ശ്രദ്ധാപൂർവം ആലോചിക്കണമെന്നും പ്രാദേശിക അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കണമെന്നും വനിതാ സംവരണ ബില്ലിൽ നിന്ന് വേർപെടുത്തണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. സഹകരണ ഫെഡറലിസത്തിന് എന്ത് സംഭവിക്കും? കേന്ദ്രം നോട്ട് നിരോധനം നടത്തിയ അതേ തിടുക്കത്തിൽ ഡീലിമിറ്റേഷൻ നിർദ്ദേശിച്ചു. നിർഭാഗ്യവശാൽ അത് എന്ത് നാശനഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്കറിയാം. ഡീലിമിറ്റേഷൻ പൊളിറ്റിക്കൽ ഡിമോണിറ്റൈസേഷനായി മാറും. അത് ചെയ്യരുത്. അംഗങ്ങളുടെ എണ്ണം 800-ൽ കൂടുതലായാലുള്ള സഭയുടെ കാര്യക്ഷമതയെക്കുറിച്ചും തരൂർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. താൻ ചെയറിൽ തുടരുകയാണെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും സമയം നൽകുമെന്ന് അതിന് മറുപടിയായി സ്പീക്കർ ഓം ബിർള പറഞ്ഞു. അംഗങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ അവസരം നൽകുന്നില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് തരൂരിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: 850 അംഗങ്ങൾ സഭയിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, പൗരസംഘടനകൾ എന്നിവരുമായി വിപുലമായ കൂടിയാലോചനകൾ നടത്തണം. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നത് സംവരണത്തെ ബന്ദിയാക്കുന്നതിന് തുല്യമാണെന്നും തരൂർ പറഞ്ഞു. വനിതാ സംവരണ ബിൽ ഇന്ന് തന്നെ പാസാക്കൂ, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നാരീശക്തിയെക്കുറിച്ച് പ്രധാനമന്ത്രി ആവേശത്തോടെ സംസാരിച്ചു. നമ്മുടെ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം ഉപയോഗിച്ച് അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ തന്നെ അത് പ്രാബല്യത്തിൽ വരട്ടെ. നിങ്ങളുടെ പ്രതിബദ്ധത വെറും വാചാടോപമല്ലെന്ന് രാജ്യത്തെ സ്ത്രീകളെ കാണിക്കുക. ഡീലിമിറ്റേഷൻ നമുക്ക് മാറ്റിവെക്കാം. ഒരു പുതിയ ഇന്ത്യയിലേക്കുള്ള ഒരു മുന്നേറ്റം നമുക്ക് അസംഘടിത ഇന്ത്യ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാം, തരൂർ പറഞ്ഞു. പുതിയ ഇന്ത്യയിലേക്കുള്ള നയിക്കൽ വിഘടിച്ച ഇന്ത്യയിലേക്ക് ആയിരിക്കരുതെന്നും പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കണം. ഇതിലെ പ്രധാന പോരായ്മകൾ ശ്രദ്ധിക്കണം. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മണ്ഡല പുനർനിർണയത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ കരുത്ത് നൽകും. ഇത് മികച്ച ഭരണത്തിന് ലഭിക്കുന്ന ശിക്ഷയായി മാറും. ഇതാണോ നമ്മൾ അയക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് ചോദിക്കണം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിനുകളായി പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുടെ ശബ്ദം പുതിയ പുനർനിർണയത്തോടെ ദുർബലമാകുമെന്നും തരൂർ പറഞ്ഞു. മണ്ഡല പുനർനിർണയത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നു. ഇതാണോ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്നുകൂടി ചിന്തിക്കണം, തരൂർ ആവശ്യപ്പെട്ടു.